राधा मदन मोहन भगवान की जय। ओम नमो भगवते वासुदेवाय। 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 हरे कृष्ण भगवद्गीता क्लास എല്ലാവർക്കും സ്വാഗതം. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 16 ശ്ലോകം 11, 12, 13, 14, 15. ശ്ലോകം 11. ചിന്താം അഭിമേയാം അപരിമേയാം പ്രളയാന്താം ഉപാശ്രിതാഃ കാമോപഭോഗപരമാ ഏതാവത് നിശ്ചിതാഃ. ശ്ലോകം 12. ആശാപാശൈ ബദ്ധ കാമക്രോധപരായണാഃ ഈഹന്തി കാമഭോഗാർത്ഥം അന്യായേന അർത്ഥസഞ്ചയാൻ. ചിന്താമപരിമേയാം ച പ്രളയാന്താം ഉപാശ്രിതാഃ കാമോഭോഗപരമാ ഏതാവത് ഇതി നിശ്ചിതാഃ. ആശാപാശൈഷദബദ്ധാ കാമക്രോധപരായണാ ഈഹന്തി കാമഭോഗാർത്ഥം അന്യായേനാർത്ഥസഞ്ചയാൻ. ചിന്താമപരിമേയാം ച പ്രളയാന്താം ഉപാശ്രിതാഃ കാമഭോഗപരമാ ഏതാവത് ഇതി നിശ്ചിതാ. ആശാപാശശതബദ്ധാ കാമക്രോധപരായണാ ഈഹന്തി കാമഭോഗാർത്ഥം അന്യായേനാർത്ഥസഞ്ചയാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ചിന്താമപരിമേയാം ച പ്രളയാന്താമുപാശ്രിതാഃ കാമോപഭോഗപരമാ ഏതാവദിതി നിശ്ചിതാഃ. ആശാപാശശതബദ്ധാ കാമക്രോധപരായണാഃ ഈഹന്തി കാമഭോഗാർത്ഥം അന്യായേനാർത്ഥസഞ്ചയാൻ.
കാമോപഭോഗപരമ ഇന്ദ്രിയ സന്ദർപ്പണം തന്നെ ജീവിതത്തിന്റെ പരമലക്ഷ്യമെന്ന് കരുതുന്നവരായി ഏതാവത് ഇത് ഇത്രയും മാത്രമേ സാധിക്കുള്ളൂ എന്ന് നിശ്ചയിച്ചവരായി പ്രളയാന്തം മരണം വരെ നീളുന്നതും അപരിമേയാച്ച അളവില്ലാത്തതുമായ ചിന്താം ഇവയെ ഉപാശ്രിത ആശ്രയിച്ചവരായി ആശാപാശത്തെ പാശങ്ങളാൽ ബദ്ധന്മാരായി കാമക്രോധപാരായണന്മാരായിത്തീരുന്നു. തേ അവർ കാമഭോഗത്തിന് വേണ്ടി അന്യേന ന്യായം കൂടാതെയും അർത്ഥസഞ്ചയാൻ ധനം സമ്പാദിക്കുവാൻ ഈഹന്തെ ആഗ്രഹിക്കുന്നു. വിവർത്തനം: ഇന്ദ്രിയ സന്ദർപ്പണമാണ് മാനുഷിക സംസ്കാരത്തിന്റെ പ്രധാന ആവശ്യമെന്നവർ കരുതുന്നു. അക്കാരണത്താൽ ജീവിതാവസാനം വരെയും അളവറ്റ വ്യാകുലതയോടെ കഴിഞ്ഞുകൂടേണ്ടതായും വരുന്നു. അനേകായിരം ആഗ്രഹങ്ങളുടെ വലക്കെട്ടിലകപ്പെട്ട് കാമക്രോധങ്ങൾക്കതീതനായി സുഖഭോഗങ്ങൾക്കായി അന്യായമായിട്ടെങ്കിലും അവർ ധനം സമ്പാദിക്കുന്നു. ഭക്തിവേദാന്ത സ്വാമി പ്രതിപാദിക്കും. ഇന്ദ്രിയ സുഖാനുഭോഗമാണ് ജീവിത ഉദ്ദേശമെന്ന് കരുതുന്നവരാണ് ആസുര സ്വഭാവികൾ. മരണം വരെ ഈ വിശ്വാസം പുലർത്തുകയും ചെയ്യുന്നു. മരണാനന്തര ജീവിതത്തിലോ ഇഹലോകത്തിൽ താൻ ചെയ്ത കർമ്മങ്ങളുടെ ഫലം ഭുജിക്കാൻ മനുഷ്യൻ വേറെ ശരീരമെടുത്ത് വീണ്ടും ജനിക്കുന്നതിലോ അവർക്ക് വിശ്വാസമില്ല. ജീവിതത്തിനായുള്ള അവരുടെ പരിപാടികൾ ആസൂത്രണം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. അതിനവസാനമില്ല. ഇത്തരം ആസുരിക മനസ്ഥിതിയുള്ള ഒരാൾ മരണമടുത്ത ഘട്ടത്തിലും തൻ്റെ പ്രവൃത്തി പരിപാടികൾ മുഴുമിപ്പിക്കാൻ വേണ്ടി 4 കൊല്ലത്തേക്ക് കൂടി തൻ്റെ ആയുസ് നീട്ടിക്കൊടുക്കുവാൻ ഡോക്ടറോട് ആവശ്യപ്പെട്ടതായി ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു ബിഷഗ്വരനും ജീവിതത്തെ നിമിഷ നേരത്തേക്ക് പോലും നീട്ടിക്കൊടുക്കാൻ കഴിവില്ലെന്ന് മൂഢന്മാർക്കറിഞ്ഞുകൂടാ. മൃത്യു മുഹൂർത്തമെടുത്താൽ മനുഷ്യന്റെ ഇഷ്ടത്തിന് പ്രസക്തിയില്ല. അനുഭവിക്കാൻ വിധിച്ചതിലേറെ ഒരൊറ്റ നിമിഷം പോലും പ്രകൃതി നിയമം നമുക്ക് അനുവദിച്ചു തരാറില്ല. അസുര സ്വഭാവി ഈശ്വരനിലോ തന്നിൽ തന്നെയുള്ള പരമാത്മാവിലോ വിശ്വസിക്കാത്തതുകൊണ്ട് ഇന്ദ്രിയ സുഖങ്ങൾക്കായി മാത്രം എല്ലാ പാപകർമ്മങ്ങളും ചെയ്യുന്നു. തൻ്റെ ഹൃദയത്തിൽ തന്നെ ഒരു സാക്ഷി കുടികൊള്ളുന്നുവെന്ന് അയാൾക്കറിഞ്ഞുകൂടാ. വ്യക്തിഗത ജീവാത്മാവിൻ്റെ സകല കർമ്മങ്ങൾക്കും പരമാത്മാവ് സാക്ഷിയാണ്. ഉപനിഷത്തിൽ പറയുന്നുണ്ട്, 2 പക്ഷികൾ ഒരേ വൃക്ഷത്തിന്മേലുണ്ട്. ഒരാൾ ശാഖതോറും പറന്ന് കയ്പും മധുരവുമുള്ള ഫലങ്ങൾ ഭക്ഷിക്കുകയാണ്. മറ്റേതാകട്ടെ സാക്ഷിയായി നിലകൊള്ളുന്നു. അസുര സ്വഭാവിക്ക് വേദജ്ഞാനമില്ല, അതിൽ വിശ്വാസവുമില്ല. തന്മൂലം അയാൾ ഭവിഷ്യത്തുകൾ ഓർക്കാതെ സുഖഭോഗങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 13, 14, 15. ഇദം അദ്യ മയാ ലബ്ധം ഇമം പ്രാപ്സ്യേ മനോരഥം. ഇദം അസ്തി ഇദം അപി മേ ഭവിഷ്യതി. പുനർധനം. ശ്ലോകം 14. അസൗ മയാ തദാ ശത്രു ഹനിഷ്യേ ചാപരാനപി. ഈശ്വരോ അഹം
भोगी भोगी सिद्धा सिद्धा अहम अहम बलवान सुखी बलवान श्लोकम 15 आढ्यो आढ्यो अभिजनवान अभिजनवान अस्मि अस्मि को को अन्य अस्ति अन्य अस्ति अन्य अस्ति सदृशो मया यक्षे मया यक्षे दास्यामि दास्यामि मोदिष्या मोदिष्या इति इति अज्ञान अज्ञान विमोहिताः विमोहिताः इदमद्य मया लब्धम् इदमद्य मया लब्धम् इमं प्राप्ते मनोरथम् इमं प्राप्ते मनोरथम् इदमस्ति इदमपि मे इदमपि मे भविष्यति पुनर्धनम् भविष्यति पुनर्धनम् असो मया हता शत्रु असो मया शत्रु हनिष्ये चापरानपि अनिश्चेतपरानपि ईश्वरोऽहमहं भोगी भोगी सिद्धोऽहं बलवान् सुखी आढ्योऽभिजनवानस्मि अन्यास्ति सदृशो सदृशो मया यक्षे दास्यामि अन्योस्ति सदृशो मया आढ्यो अभिजनोऽस्मि को अन्योस्ति सदृशो मया मया आढ्योऽभिजनवानस्मि को अन्योस्ति सदृशो मया अयक्षे दास्यामि मोदिष्य इति यज्ञानविमोहिता इदमद्य मया लब्धम् इमं प्राप्स्ये मनोरथम् इदमस्ति इदम् अभि मे पुनर्धनम् असो मया हता शत्रु हनिष्ये चापरानपि ईश्वरोऽहमहं भोगी सिद्धोऽहं बलवान् सुखी आढ्योऽभिजनवानस्मि अन्योऽस्ति सदृशो मया अयक्षे दास्यामि मोदिष्य इति यज्ञानविमोहिता हरे कृष्ण हरे कृष्ण गीता रामचंद्रन
ഹരേ കൃഷ്ണ. ഇതമദ്യ മയാ ലബ്ധം മിമം പ്രാപ്സ്യേ മനോരഥം ഇതമസ്തീതമവൈ മേ ഭവിഷ്യതി പുനർധനം അസൗ മയാ ഹത ശത്രുർ ഹനിഷ്യേ ചാപരാനപി ഈശ്വരോഹമഹം ഭോഗി സിദ്ധോഹം ബലവാൻ സുഖി ആഢ്യോഭിജനവാനസ്മി കോ അന്യേസ്തി സദൃശോ മയാ യസ്യോദസ്യാമി മോദിഷ്യ ഇതി ജ്ഞാന വിമോഹിത. ഹരേ കൃഷ്ണ. ഇത്യജ്ഞാന ഇതി അജ്ഞാന ഇത്യജ്ഞാന വിമോഹിത. ഇതി അജ്ഞാന വിമോഹിത. ഇത്യജ്ഞാന വിമോഹിത. ഇതി അജ്ഞാന വിമോഹിത. അത് ഒരുമിച്ച് പറയുമ്പോൾ ഇത്യജ്ഞാന വിമോഹിത. വിജ്ഞാന വിമോഹിത. ഹരേ കൃഷ്ണ. വായിക്കൂ ബാക്കിയുള്ള. അദ്യ ഇന്ന്, മയ എന്നാൽ ഞാൻ നിമിത്തം, ഇമം ഇത്, ലബ്ധം ലബ്ധമായി, ഇതം മനോരഥം ഈ ആഗ്രഹത്തെ, പ്രാപ്സ്യേ ഞാൻ പ്രാപിക്കും, ഇതം ധനം ഈ ധനം, അസ്തി ഉണ്ട്, പുനഃ വീണ്ടും, ഇതം ധനം അപി ഈ ധനവും, മേ എനിക്ക്, ഭവിഷ്യതി ഭവിക്കും, അസൗ ശത്രു ഈ ശത്രു, മയ എന്നാൽ ഞാൻ നിമിത്തം, ഹതഃ കൊല്ലപ്പെടൂ, അപരാൻ ശത്രുൻ, അഭി അന്യശത്രുക്കളെയും, ഹനിഷ്യ ച ഹനിക്കുകയും ചെയ്യും, അഹം ഞാൻ, ഈശ്വരനാണ്, അധിപതിയാണ്, അഹം ഭോഗി ഞാൻ ഭോഗങ്ങൾ അനുഭവിക്കുന്നവനാണ്, ഞാൻ, സിദ്ധനാണ്, കൃതകൃത്യനാണ്, ബലവാനാണ്, സുഖിയാണ്, ആഢ്യനാണ്, ധനവാനാണ്, വിജനവാൻ അസ്മി കുലീനനാകുന്നു, മയാ സദൃശ എന്നോട് തുല്യനായി, അന്യൻ, അസ്തി ആരുണ്ട്, യക്ഷേ ഞാൻ യോഗം ചെയ്യും, ദാസ്യാമി ഞാൻ ദാനം ചെയ്യും, മോദിഷ്യേ ഞാൻ സന്തോഷിക്കും, ഇതി എന്നിങ്ങനെ, തേ അവർ, അജ്ഞാന വിമോഹിതാഹ ജ്ഞാനത്താൽ വിമോഹിതന്മാരായിരിക്കുന്നു. വിവർത്തനം. അസുര സ്വഭാവി ഇങ്ങനെ വിചാരിക്കും, ഇന്നെനിക്ക് ഇത്രയേറെ ധനമുണ്ട്, എന്റെ പദ്ധതികൾ അനുസരിച്ച് ഞാൻ ഇനിയും ധനമാർജിക്കും, ഇത്രയേറെ ധനം എനിക്ക് ഇപ്പോഴുണ്ട്, അത് ഭാവിയിൽ കൂടി വരികയും ചെയ്യും, അയാൾ എന്റെ ശത്രുവാണ്, ഞാൻ അയാളെ കൊന്നു, ഇനിയുള്ള ശത്രുക്കളെയും ഞാൻ കൊല്ലും, ഞാൻ എല്ലാറ്റിനും ഉടമയാണ്, ഞാൻ സുഖിയാണ്, എല്ലാം തികഞ്ഞവനും ബലവാനും സന്തുഷ്ടനും സമ്പന്നനുമാണ്, കുലീനരായ ബന്ധുക്കൾ ഉണ്ടെനിക്ക്, എന്നോളം ശക്തിമാനും സന്തോഷവാനുമായി ആരുണ്ട്, ഞാൻ യാഗങ്ങൾ അനുഷ്ഠിക്കും, ദാനം ചെയ്യും, സന്തോഷിക്കും എന്നെല്ലാം ഓർത്ത് അവർ അജ്ഞാനത്താൽ മോഹിതരാകുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുർമീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോദിഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം. സന്ദേഹം ശ്രീഗുരോ ശ്രീതപകമലം ശ്രീകുറും വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സാഗണരഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദം സാഗണലളിതാ ശ്രീശാഖാന്വിതാംശ. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമി നാമിനെ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാർശ്വദേശകാരിണേ. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി സിദ്ധാന്ത സരസ്വതി നാമിനെ ശിവാശാന്വി ദേവി ദൈതായ പ്രവാദേ കൃഷ്ണപരമജ്ഞാനദായിനേ തദ്വേ നമഃ. മാധുര്യോജിത പ്രേമാദ ശ്രീരൂപാനുഗഭക്തിദ ശ്രീഗൗരകരുണാ ശക്തി വിഗ്രഹായ നമസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തയേ ദീനധാരിണി രൂപാനുഗവിരുദ്ധാഭ സിദ്ധാന്താദ്വാന്തഹാരിണി. നമോ ഗൗരീശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തേ ഉത്രീംബരസാംഭോധേ പാദാംബുജായ തേ നമഃ.
നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദാമിനെ ഗൗരശക്തി സ്വരൂപായ രൂപാനുഗമനായതേ ഗൗരാവിർഭാവോമേസം നിർദ്ദേശ സജ്ജനപ്രിയ വൈഷ്ണവസാവഭൗമാശ്രീ ജഗന്നാഥായ തേ നമഃ. വാഞ്ചകൽപ ശ്രീരൂപസനാഥന ഭട്ട രഘുനാഥ ശ്രീ ജീവ ഗോപാല ഭട്ടദാസ രഘുനാഥ യക്ഷയ ഗോസായ കോരി ശരണവന്ദൻ ജാഹാ ഹോയ് രേ വിഘ്നനാശ അഭീഷ്ടപൂരൻ വാഞ്ചകൽപവരുദ്രശ കൃപാ പ്രധാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമ. നമോ മഹാവധന്യായ കൃഷ്ണപ്രേമൃതായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യ നാമ്നേ ഗൗരകൃഷ്ണേ നമ. പഞ്ചതത്വാത്മകം കൃഷ്ണൻ ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താചം നമാമി ഭക്തശക്തികം. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപിക കാന്ത രാധാ കാന്ത നമസ്തുതേ. ജയനാം സുതോ പങ്കോ നന്ദമതേർമതി മത്സർവസ്വതാം ഭോജോ രാധാ മദനമോഹനോ ദിവ്യാവൃന്ദാരണ്യ കൽപത്രുമാത ശ്രീമദ്രത്നാകര സിംഹാസന ശ്രീമദ്രത്നാകാര സിംഹാസനസ്ഥോ ശ്രീമദ്രാഗശീല ഗോവിന്ദദേവോ വേഷ്ടാലുരീസേയമാനോ സ്മരാമി. ശ്രീമാൻ രാസുരസാരംഭി വംശീവടത്തലസ്ഥിത കർഷൻ വേണസനേർ ഗോപി ഗോപിനാഥ ശ്രീ ഭക്തകാഞ്ജന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈതഗാധര ശിവസ്വാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം. സമസ്ത വൈഷ്ണവ വൃന്ദയ്ക്ക് പാതാഴുന്നവർ എന്റെ ദണ്ഡവത് നമസ്കാരം. ഭഗവത്ഗീത ക്ലാസ്സിൽ ഞാൻ പറയുന്നത് എന്തെങ്കിലും തെറ്റുകൾ കുറ്റങ്ങളുണ്ടെങ്കിൽ ബദ്ധാത്മാവെന്ന പരിഗണയിൽ എന്നെ സാധനം ക്ഷമിക്കണം, എന്നോട് സാധനം ക്ഷമിക്കണമെന്ന് അന്വേഷിക്കുന്നു. ഈ ഗീതാ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ ശരിയായിട്ട് ഉള്ളതെല്ലാം, എന്തെല്ലാം കാര്യങ്ങൾ ശരിയായിട്ടുണ്ടോ എനിക്ക് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഗുരു സത്യോദയ പ്രഭുവിന്റെയും ഈ സംഘടനയുടെ സ്ഥാപകനും ദീക്ഷാഗുരുമായ ശ്രീ എസ് ഭക്തിവേദാന്ത സ്വാമിയുടെയും സ്വാമി ശീലാപ്രഭാകരുടെയും ഭഗവാന്റെയും കാരുണ്യമാണെന്ന് ഞാൻ പൂർണ്ണമായി ബോധ്യമുണ്ട്. എനിക്ക് എന്റേതായ യാതൊരു കഴിവും അല്ല എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 12 ശ്ലോകം പറയാം. ഇന്ത്യ സമർപ്പണമാണ് മാനുഷിക സംസ്കാരത്തിന്റെ പ്രധാന ആവശ്യമെന്ന് അവർ കരുതുന്നു. അക്കാരണത്താൽ ജീവിത അവസാനം വരെയും അളവറ്റ വ്യാകുലതയുടെ കഴിഞ്ഞു കൊടേണ്ടതായും വരുന്നു. അനേകായിരം ആഗ്രഹങ്ങളുടെ വലക്കെട്ടിലകപ്പെട്ട് കാമക്രോധങ്ങൾക്ക് അതീതനായി സുഖഭോഗങ്ങൾക്കായി അന്യായമായിട്ടെങ്കിലും അവർ ധനം സമ്പാദിക്കും. നമ്മുടെ ഈ ദേവാസുര സ്വഭാവങ്ങൾ എന്നുള്ള ഈ അധ്യായത്തിൽ നിന്ന് നമ്മൾ അസുര സ്വഭാവങ്ങളുടെ കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കി അസുര സ്വഭാവമുള്ള വരെ ഗുണങ്ങളെ പറ്റി കാര്യങ്ങളെ പറ്റിയാണ് മനസ്സിലാക്കുക. അസത്യം അപ്രതിഷ്ഠം തേ ജഗതാൻ ആഹുരനീശ്വരം അപരസ്പരം സംബോധം. ഹരേ കൃഷ്ണ. ഹരേ എന്നേ പറഞ്ഞോ? ഹരേ കൃഷ്ണ. ഇല്ലില്ല. ഇല്ല. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ഇവിടെ പ്രപഞ്ചം അസത്യവും അടിസ്ഥാനരഹിതവുമാണെന്നും അതിന് നീണ്ടാവില്ല എന്നുമാണ് ആസുര സ്വഭാവികളുടെ വിചാരം. അത് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ മനസ്സിലായി. ലൈംഗികാഭിലാഷം മാത്രമാണ് ഈ പ്രകൃതിയുടെ ഉൽപ്പത്തിക്ക് കാരണമെന്നും കാമമല്ലാതെ മറ്റൊന്നും കാരണമായിട്ടില്ലെന്നും അവർ ധരിച്ചു വെച്ചിരിക്കുന്നു. ഈ നിഗമനങ്ങളെ പിന്തുടർന്ന് എന്ത് ചെയ്യണോ? സ്വയം നഷ്ടപ്പെട്ടവരും അസുരന്മാരുമായ ഈ അല്പബുദ്ധികൾ ലോകത്തിനെ തന്നെ നാശം വിധിക്കുന്നു. അപ്പൊ അവർ ഈ രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. ഈ പ്രകൃതി നിലനിൽക്കുന്നത് അതിന് യാതൊരു അടിസ്ഥാനമില്ല. അത് ആൾക്കാർ ജനിക്കുന്നു, മരിക്കുന്നു, അവർക്ക് പുതിയ പുനർജന്മം ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇനി അടുത്ത ജന്മത്തിൽ എന്ത് സംഭവിക്കുന്നു അങ്ങനെയുള്ള ഇതൊന്നുമില്ല. എങ്ങനെയോ അവർ ജനിച്ചു. അത് ലൈംഗികാഭിലാഷം മാത്രമാണ് ഈ പ്രകൃതിയുടെ അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ ഉൽപ്പത്തി കാരണം. അത് ക്രമേണ ജനിച്ചു, അത് ക്രമേണ നശിച്ചു പോകുന്നതെന്ന് മാത്രമുള്ളൂ. പുനർജന്മം എന്നുള്ള കാര്യത്തെക്കുറിച്ചോ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലത്തിനെ കുറിച്ചൊന്നും അവർക്ക് യാതൊരു ചിന്തകളില്ല. അവര് അങ്ങനെ ഈ കിട്ടിയ ജീവിതം ആഘോഷപരമായി ജീവിച്ചു തീർക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ഈ അസുര സ്വഭാവങ്ങളുടെ ചിന്ത. ഈ നിഗമനങ്ങളെ പിന്തുടർന്ന് സ്വയം നഷ്ടപ്പെട്ടവരും അസുരന്മാരുമായുള്ള ഈ അല്പബുദ്ധികൾ ലോകത്തിൽ നിന്ന് നാശം വിധിക്കുന്നു. അപ്പൊ അവർ സ്വയം നഷ്ടപ്പെട്ടവരാണ്. സ്വയം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ സ്വന്തം ആത്മാവിനെ തിരിച്ചറിയാൻ പറ്റാണ്ട്,
ആത്മാവ് നഷ്ടമായവരാണത്. അത് ഉള്ളിലുള്ള തന്റെ ആ ചൈതന്യത്തെ മനസ്സിലാക്കാണ്ട് കിട്ടിയിരിക്കുന്ന ഈ ക്ഷേത്രം, ഈ ശരീരം മാത്രമാണ്, ശരീരം മാത്രമേ ഉള്ളൂ. അതിന് ജനിച്ചു, അത് മരിക്കും, അത് നാശം സംഭവിക്കാൻ കഴിഞ്ഞു. അതിന് അപ്പുറം അവർക്ക് ചിന്തിക്കാനോ അവർ ആ ബുദ്ധി, ആ ജ്ഞാനം അവർക്കില്ല. അവർ കിട്ടിയ ജന്മത്തെ ഇപ്പൊ ഇരിക്കുന്ന ആ സുഖങ്ങളിൽ കൂടി വീണ്ടും വീണ്ടും സുഖം കിട്ടാൻ വേണ്ടിയിട്ട് അതിനുള്ള കഠിന പ്രയത്നത്തിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും. സ്വയം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ആത്മാവ് നഷ്ടമായതെന്ന് അർത്ഥമാക്കണം. തന്റെ അസ്തിത്വം എന്തെന്ന് അറിയാതെ, താൻ എന്തിനാണ് ഇവിടെ പിറന്നു വീണേക്കുന്നത്, ഈ ഭൗതിക ലോകത്തിൽ തന്റെ സ്ഥിതി എന്താണ്, താൻ എവിടെ നിന്ന് വന്നു, തന്റെ അസ്തിത്വം എന്താണ്, ഇതൊന്നും മനസ്സിലാക്കാതെ, താൻ ആരാണെന്നറിയാതെ, തന്റെ ലക്ഷ്യം എന്തെന്ന് അറിയാതെ ഭൗതികമായ ഈ ഭൗതികാവസ്ഥയിൽ ഗുണങ്ങളിൽപ്പെട്ട് ഈ ഭൗതിക ലോകത്തിന് അങ്ങനെ ഇന്ദ്രിയങ്ങൾ സുഖങ്ങൾക്ക് വേണ്ടി ആ ഇന്ദ്രിയത്തിന് മോഹിതരായി തന്റെ ഇന്ദ്രിയങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളില് സമ്പാദിക്കുക, പണമായാലും അല്ലെങ്കിൽ എന്തായാലും സമ്പാദിച്ച് തന്റെ ഇന്ദ്രിയ സന്തർപ്പണത്തിന് വേണ്ടി പ്രവർത്തിച്ചു പോവുകയാണ്. ഇത് സമ്പാദ്യങ്ങൾ കൂട്ടിവെക്കുക, അല്ലെങ്കിൽ തന്റെ ബന്ധുക്കളെ ഉള്ള സഹവാസം കൂടിയിരിക്കുക, അവരോട് ഒത്തുചേർന്ന് ജീവിക്കുക, തനിക്ക് ഒരു ആത്മാവുണ്ട്, അല്ലെങ്കിൽ തന്റെ ഇനി മരണം സംഭവിച്ച ശരീരം മാത്രമല്ല, തനിക്കൊരു ആത്മാവുണ്ട് എന്നുള്ള ചിന്തയൊന്നുമില്ല. ഈ ശരീരം നഷ്ടപ്പെട്ട് പിന്നെ വേറെ അത് മണ്ണായി പോയി, അല്ലെങ്കിൽ അത് വെണ്ണീറായി പോയി എന്ന് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെയുള്ള അജ്ഞാനത്താൽ ഈ ഭൗതിക ലോകത്തിലെ സുഖങ്ങളിൽ കൂടി രമിച്ച് ജീവിച്ച് അങ്ങനെ പോവാണ്. സഹജീവികളോടും ഒരു കരുണയില്ലാതെ തന്റെ ഉന്നമനത്തിന് മാത്രം ചിന്തിക്കുക. തനിക്ക് എന്ത് സമ്പാദിച്ചു കൂട്ടാൻ പറ്റുന്നു അതെല്ലാം സമ്പാദിക്കാൻ നോക്കുക, എല്ലാം തന്റേതാക്കണം. ഈ ഭൗതിക ലോകത്തിന് കീഴടക്കാനുള്ള വ്യഗ്രത, ഇതെല്ലാം എന്റേതാക്കാനുള്ള ഒരു മനോഭാവം വെച്ച് പുലർത്തി വ്യക്തി വൈരാഗ്യത്തിന് തനിക്ക് ജയിക്കണം അല്ലെങ്കിൽ തനിക്ക് സമ്പാദിക്കണം എന്ന് തോന്നുമ്പോൾ മറ്റുള്ളവരെ പോലും അവരുടെ ഇഷ്ടമോ അല്ലെങ്കിൽ അനിഷ്ടമോ അല്ലെങ്കിൽ അവരുടെ സ്നേഹമോ ഒന്നും മനസ്സിലാക്കാതെ അവരെക്കാട്ടും ഉന്നതിയിലേക്ക് എത്തണം, തന്നെ ആൾക്കാർ മാനിക്കണം എന്നുള്ള ആ ചിന്താഗതിയിൽ മാത്രം ജീവിച്ചു പോവുകയും എല്ലാം തനിക്ക് പിടിച്ചടക്കണം, ഈ ഭൗതിക ലോകം തന്റെ കൈക്കുള്ളിലാക്കണം, അല്ലെങ്കിൽ തന്നെ എല്ലാവരും ബഹുമാനിക്കണം എന്നുള്ളത് മാത്രം, ഈ ഭൗതിക ലോകത്തിന്റെ സുഖങ്ങളെ മാത്രം ആശ്രയിച്ച് ജീവിക്കുക. അങ്ങനെ രജോ ഗുണത്തിന്റെയും തമോ ഗുണത്തിന്റെയും ഇതെല്ലാം രജോ ഗുണം തമോ ഗുണത്തും കൊണ്ടുണ്ടാവുന്നതാണ്. ഓരോ ഗുണങ്ങൾ 3 ഗുണങ്ങളിലും പെട്ട ആൾക്കാരുണ്ട്, 3 ഗുണങ്ങളുണ്ട്, വ്യത്യസ്തം ഓരോ ഗുണങ്ങൾ തന്നിലുള്ള ആൾക്കാരുണ്ട്. പക്ഷെ എല്ലാ ഗുണങ്ങളും സമ്മിശ്രമായിട്ട് വരുമ്പോൾ തനിക്ക് ഈ രജോ ഗുണങ്ങളും തമോ ഗുണവും വിചാരിച്ചാൽ എന്താ വെച്ചാൽ അവർക്ക് ആ സ്വസ്ഥമായ കാലത്ത് അവർക്ക് വാശി അല്ലെങ്കിൽ ലോഭം, അതായത് എന്തെങ്കിലും ആർജിക്കാനുള്ളത്, അത്യാർത്തി, ആഗ്രഹം, ഇതൊക്കെയാണ് അവരുടെ ക്വാളിറ്റീസ്. ആ ഇത് വെച്ചിട്ട് അവർക്ക് ഭൗതിക ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും തന്റേതാക്കണം എന്നുള്ള ഒരു വ്യഗ്രത, അതിൽ കൂടി അവര് ഉള്ളിലിരിക്കുന്ന തന്റെ ചൈതന്യത്തെയോ താൻ എങ്ങനെ മണ്ണിൽ വന്ന് പിറന്നു, തന്റെ ഉള്ളിൽ ജീവനുണ്ടോ, ആ ജീവൻ എന്താണ്, ആ ചേതന എന്താണ് എന്ന് മനസ്സിലാക്കാതെ ഞാൻ എന്നുള്ള മാത്രം, ആ ശരീരമാണ് ഞാൻ എന്ന് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് ഭൗതിക ലോകത്തിൽ തനിക്ക് സമ്പാദിക്കാവുന്ന അല്ലെങ്കിൽ തനിക്ക് സ്വരുകൂട്ടാവുന്ന കാര്യങ്ങളൊക്കെ സ്വരൂപിക്കാൻ വേണ്ടി കഠിനമായ ക്ലേശങ്ങൾ അനുഭവിച്ച് വീണ്ടും 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 പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ എന്ത് സംഭവിക്കും, ജനിമൃതികൾ വീണ്ടും വീണ്ടും തെറ്റ് അയാൾക്ക് ജനിച്ചു മരിക്കേണ്ടതായിട്ട് വരും. അത് ആൾക്ക് ബോധമില്ല. താൻ ഈ ശരീരം ഇവിടെ ജീവിക്കുന്നു മരിക്കുന്നു എന്ന് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് ആ ഉള്ള ജീവിതം സന്തോഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഉള്ള ജീവിതം എങ്ങനെ അർമാദിച്ച് ജീവിക്കാൻ മാത്രം ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്നു. അപ്പൊ ഈ രജോഗുണത്തിന്റെയും തമോഗുണത്തിന്റെയും പ്രവർത്തനങ്ങൾ കാമപ്രവർത്തന സതീന സുഖഭോഗങ്ങൾ അന്യായമായിട്ടാണെങ്കിലും, അപ്പോ എന്ത് പ്രവൃത്തി കൂടിയാണെങ്കിലും ധനം സമ്പാദിക്കണം. ഇപ്പൊ പണത്തിന് മേലെ അപ്പുറം ഇല്ല, പണം മാത്രം സമ്പാദിച്ചു കൂട്ടുക, ആ പണത്ത് കൊണ്ട് നമുക്ക് വിദ്യാഭ്യാസങ്ങളെ പ്രാപിക്കാൻ പറ്റില്ല, എല്ലാ വിദ്യാഭ്യാസങ്ങളും നമുക്ക് എടുക്കാൻ പറ്റും. അതിനുവേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിക്കുക, ഇതൊക്കെ ഒന്നും അവർക്ക് ചെയ്യുന്നതിനൊരു വിഷമമില്ല. കാരണം വെച്ചാൽ തന്റെ ഇന്ദ്രിയങ്ങളിലെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ അവർ മടിക്കില്ല. അപ്പൊ അന്യായമായിട്ടെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അന്യായമായിട്ട് തന്നെ സമ്പാദിക്കുന്നത്? നേർവഴിക്കല്ല, വൈദിക നിയമപ്രകാരം വർണ്ണാശ്രമ ധർമ്മങ്ങൾ അനുഷ്ഠിക്കാതെ അധാർമികമായ കർമ്മങ്ങളിലൂടെ അത് അന്യായമായിട്ടുള്ളതാണ് അറിയുന്നത്. നേരെയുള്ള വഴിക്കില്ല, നമുക്ക് വർണ്ണാശ്രമ പ്രകാരമുള്ള കർമ്മങ്ങൾ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് ഭഗവാനെ സമർപ്പിച്ച് ആ ഭഗവാനെ സമർപ്പിച്ചതിന്റെ പ്രസാദം സ്വീകരിച്ച് ജീവിക്കുക എന്നുള്ള ആ തത്വം അറിയാതെ, ആ ജ്ഞാനമൊന്നും അവർക്ക് അറിയില്ല. അവര് താൻ സമ്പാദിക്കുന്നു, അതിന്റെ ആ സമ്പാദിക്കുന്ന ഞാനാണ് സമ്പാദിച്ചത്, അതിനപ്പുറത്ത് അതിനൊരു അധികാരി ആരുമില്ല, ഇത് എന്റെ തന്നെയാണ്, എന്റെ സ്വത്താണ് എന്നെല്ലാം ആ ചിന്താഗതിയിൽ കൂടി
അതും സമ്പാദിക്കാൻ ഇനി ഏത് വഴി രീതിയിലാണെങ്കിലും അവർ പ്രവർത്തിച്ചിട്ട് ധനം സമ്പാദിക്കും. അതാണ് അന്യായമായിട്ടാണെങ്കിലും ഈ ശ്ലോകത്തിൽ അന്യായമായിട്ടാണെങ്കിൽ കിട്ടുന്ന ധനം സമ്പാദിക്കുക എന്നുള്ള ഒറ്റൊരു വിഷയം. ഈ ഭൗതിക ലോകത്ത് എങ്ങനെ സുഖിച്ച് ജീവിക്കാം, മറ്റുള്ള ആൾക്കാർ ജീവിക്കുന്ന പോലെ എനിക്കും ജീവിക്കണം എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോ ഏത് വഴിവിട്ട വഴിക്കാണെങ്കിലും അവർ ആ ധനം സമ്പാദിക്കും. ഇങ്ങനെ ക്ലേശങ്ങൾ സംഖ്യയാണ്. അപ്പൊ ഇത് സമ്പാദിക്കാൻ വളരെ ബുദ്ധിമുട്ട്, എളുപ്പത്തിലൊന്നും നമുക്ക് ധനം സമ്പാദിക്കാൻ സാധിക്കില്ല. അതിന് അനവധി ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ആ ക്ലേശങ്ങൾ സഹിച്ച് ഇതാണ് ആത്യന്തികമായ സുഖം. അതാണ് ഇരിക്കുന്നത്. ഈ പൈസ ധനം സമ്പാദിച്ച് ഇതാണ് എന്റെ സുഖം, ഇതിൽ കൂടി എനിക്ക് ജീവിക്കാം, അതിനപ്പുറം ചിന്തിക്കാണ്ട് അതിനുള്ള ആ ജ്ഞാനമില്ല. ആ ജ്ഞാനമില്ലാത്ത കാരണം ഈ ചുരുങ്ങിയ ഈ ബുദ്ധി കൊണ്ട് അല്ലെങ്കിൽ മൂഢന്മാരാണ് അവർ. അപ്പൊ അവർക്ക് അതിനെപ്പറ്റി അധികമായിട്ട് ആചാര്യന്മാരുടെ കൂടെ നിന്നിട്ടോ അല്ലെങ്കിൽ സത്സംഗം വഴിയോ അങ്ങനെയുള്ള ജ്ഞാനമൊന്നുമില്ല. അതിലേക്ക് അവരുടെ ആ ദൃഷ്ടിനെ അവരുടെ ചിന്തയെ പോകുന്നില്ല. അവർക്ക് ഈ ഭൗതിക ലോകത്തിൽ സുഖിക്കാന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ, ഈ ആസിഡ് ഭാഗത്ത്. അപ്പൊ അതുകൊണ്ട് ആത്യന്തികമായ ഇത് മാത്രമാണ്, വേറെ ഒന്നുമില്ല, ഇതിനപ്പുറം ഒന്നുമില്ല എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ അവർ കൂടുതൽ ധനം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കും. ആ ക്ലേശങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കള്ളിമുള്ളു തിന്ന ഒട്ടകം തന്റെ നാവ് മുള്ളുകൊണ്ട് മുറിഞ്ഞ് രക്തം വരുന്നതും കൂട്ടി മുള്ളു ചെടി അകത്താക്കണം. അപ്പൊ കള്ളിമുള്ളു തിന്നുമ്പോൾ ആ നാവും മുറിവ് സംഭവിക്കും. ആ മുറിവ് സംഭവിക്കുമ്പോൾ ആ രക്തവും ഈ കള്ളിമുള്ളും കൂടി ചേർന്ന് അത് ചവച്ചരച്ച് തിന്നുമ്പോൾ ആ ഒട്ടകത്തിന്റെ വിചാരം ആ മുള്ളിന്റെ സ്വാദാണതെന്നാണ്. പക്ഷെ രക്തം കലർന്ന കള്ളിമുള്ളു തിന്നുന്ന ഒട്ടകത്തിന് അത് മുള്ളിന്റെ സ്വാദായിട്ട് തോന്നുന്നത് ആ സ്വാദ് അനുഭവിക്കാൻ വീണ്ടും വീണ്ടും ആ കള്ളിമുള്ളു തന്നെ തിന്നും. അപ്പൊ തനിക്ക് അനുഭവപ്പെടുന്ന ആ വേദന അവിടെ മറന്നിട്ട് ഇതാണ് ഈ സ്വാദ് കള്ളിമുള്ളു തിന്നുന്നത്. പക്ഷെ സംഭവിക്കുന്ന എന്താണ്, ആ രക്തം കൂടി കലരുമ്പോഴുള്ള സ്വാദം എങ്ങനെ കിട്ടുന്നത്. അത് ഈ ആസുര സ്വഭാവങ്ങളിലെ ഈ കാര്യത്തിൽ നമുക്ക് ഒരു ഉദാഹരണമായിട്ട് പറയും. അവർ ആസുര സ്വഭാവങ്ങളെ തനിക്ക് അനുഭവപ്പെടുന്ന മറന്നിട്ട് ഇപ്പൊ നൈമിഷികമായ ഈ സുഖത്തിന് വേണ്ടിയിട്ട്, സ്ഥിരതയില്ലാത്ത ആ സുഖത്തിന് വേണ്ടിയിട്ട് ഇത് വീണ്ടും നശിച്ചു പോകും. അത് മനസ്സിലാക്കാതെ വീണ്ടും വീണ്ടും സമ്പാദ്യങ്ങൾ സമ്പാദിക്കുക, അല്ലെങ്കിൽ ബന്ധുബലമുണ്ടാക്കുക, അല്ലെങ്കിൽ തന്റെ ചുറ്റുമുള്ള ആൾക്കാരെ അടുത്ത് താൻ കേമനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ്. അവരുടെ ഉദ്ദേശം എന്താണ്? ഇന്ദ്രിയ സുഖം, ഇന്ദ്രിയത്തിനെ തൃപ്തിപ്പെടുത്തുക. ഇന്ദ്രിയ സുഖാനുഭോഗമാണ് ജീവിത ഉദ്ദേശമെന്ന് കരുതുക. ഇത് മാത്രമുള്ള ലക്ഷ്യം, വേറെ ലക്ഷ്യമില്ല. വേറെ അവിടെ ഭഗവാനുണ്ടോ അതാര് പറഞ്ഞാലും മറ്റുള്ള ഈ ഭഗവത് ചിന്തകളുള്ള അല്ലെങ്കിൽ ഭക്തന്മാരുടെ കൂടെ സമ്പർക്കം ഇല്ലാത്തതുകൊണ്ട് അവരാണ് അങ്ങനെ ചെയ്യുന്നത്. സമ്പർക്കം ഉണ്ടായാലും ആ ഭക്തന്മാരെ അവര് അവഗണിക്കുകയാണ്. എന്താ വെച്ചാൽ കാരണം ഇന്ദ്രിയത്തിനെ അവർക്ക് നിയന്ത്രിക്കാനുള്ള ആ ത്രാണിയില്ല, അവരെ ശ്രമിക്കുന്നില്ല. അത്രമാത്രം അവരെ ഇന്ദ്രിയങ്ങളെ അവരെ ഈ ഭൗതിക സുഖത്തിലേക്ക് വലിച്ചിരിക്കണം. നമ്മുടെ നാവും ഉദരവും ജനനേന്ദ്രിയത്തിന്റെ സഞ്ചാരം തന്നെയാണ് കൂടുതലും നമുക്ക് അതാണ് ഏറ്റവും വലിയ നാവാണ് ഏറ്റവും വലിയ പ്രശ്നം. നാവ് വെച്ച് നമ്മുടെ ഉദരത്തിലും ജനനേന്ദ്രിയത്തിലും പോലും ഈ ഇന്ദ്രിയങ്ങളെ ആ വഴിക്ക് കൊണ്ടുപോകാൻ നാവാണ് ഏറ്റവും പ്രബലമായിട്ട് നിൽക്കുന്നത്. നാവിൽ കൂടി നമ്മൾക്ക് എന്താ പറയാ ആഹാരം കഴിച്ച് ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ വയറിനും ശരീരത്തിലും എല്ലാം ഊർജ്ജം സമ്പാദിക്കാൻ പറ്റും. അങ്ങനെ വയ്ക്കുമ്പോൾ നമുക്ക് ഓരോരോ കൂടുതൽ ചിന്തകൾ വരും. ആ ചിന്തകൾ മനസ്സ് അതിൽ കഴിയുമ്പോഴും ബുദ്ധി കഴിയുമ്പോഴും അങ്ങനെ നമ്മൾ എന്താ പറയാ ഇന്ദ്രിയ സന്ദർപ്പണത്തിന്റെ വഴിയിലേക്ക് വീണു പോവാണ്. ആദ്യം നിയന്ത്രിക്കേണ്ട നാവിനെയാണ്. അപ്പൊ ആ ഇന്ദ്രിയ സന്ദർഭത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ മരണം വരെ ഈ വിശ്വാസം പുലർത്തുന്ന അവരെന്താണ്, നമുക്ക് ഇന്ദ്രിയ സുഖമാണ് വേണ്ടത്, അല്ലാതെ ഇതാണ് നമ്മുടെ ലക്ഷ്യം, ജീവിതോദ്ദേശം ഏറ്റവും ഇന്ത്യയെ സംതൃപ്തിക്കാനാണ് നാം ജീവിക്കുന്നത്. അത് അവസാനം വരെ അവർ അങ്ങനെ തന്നെ ചിന്തിക്കുള്ളൂ. കാരണം നമുക്കൊരു ഗുരുവില്ല, ആചാര്യനില്ല, പറഞ്ഞു കൊടുത്താൽ കേൾക്കാൻ അവർക്ക് മനസ്സുമില്ല, പറഞ്ഞു കൊടുക്കേണ്ട ആൾക്കാരുടെ അടുത്ത് അവർ എത്തിപ്പെടുന്നില്ല. അങ്ങനെ അവര് ഈ ഭൗതിക ലോകത്തിലെ സുഖങ്ങളിൽ മാത്രം ജനിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. മരണാന്തര ജീവിതത്തിലോ ഇഹലോകത്തിൽ നിന്നും താൻ ചെയ്ത കർമ്മങ്ങളെ ഫലം ഭുജിക്കാൻ മനുഷ്യൻ വേറെ ശരീരത്തിൽ വീണ്ടും ജനിക്കുന്നതോ ഇവർക്ക് അറിയില്ല. അപ്പൊ മരണാന്തരം എന്ത് സംഭവിക്കുന്നു, നമ്മുടെ ശരീരത്തിൽ എന്ത് സംഭവിക്കുന്നു, ഇതിൻ്റെ ഉള്ളിൽ ജീവാത്മാവുണ്ടോ, അല്ലെങ്കിൽ ജീവൻ എവിടെ പോകുന്നു, ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ ഈ ശരീരത്തിൽ വന്നപ്പെട്ട്, അങ്ങനെയുള്ള യാതൊരു ജ്ഞാനം അവർക്കില്ല. ആ മരണാന്തരത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു അതും അവർക്കറിയില്ല. അവരിപ്പോ ഈ കാണുന്ന അവസ്ഥയിൽ ജീവിച്ചു തീർക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിന് അപ്പുറം അവർക്കുള്ള ജ്ഞാനം ഇല്ലാത്തത് കൊണ്ടാണ് അവര് ഇങ്ങനെ ഈ ഇന്ദ്രിയ സന്ദർഭത്തിന് വേണ്ടി മാത്രം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇത്തരം ആത്മീയ മനസ്സിലുള്ള ഒരാൾ മരണാവസ്ഥ ഘട്ടത്തിൽ തന്റെ പ്രവൃത്തി പരിപാടി മുഴുവിപ്പിക്കാൻ വേണ്ടി 4 കൊല്ലത്തേക്ക് കൂടി തന്റെ ആയുസ് നീട്ടി കൊടുക്കാൻ ഡോക്ടർമാരോട് ആവശ്യപ്പെട്ടത് പ്രഭുപാദോട് പറയുന്നുണ്ട്. അപ്പോ ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ അവന്റെ മരണവും ഫിക്സ് ചെയ്തു എന്നുള്ളതാണ്. അത് തീരുമാനിച്ചു കഴിഞ്ഞ വിഷയമാണ്. അത് ഒരു ഡോക്ടർക്കും മാറ്റാൻ സാധിക്കില്ല. പക്ഷെ തന്റെ ആഗ്രഹങ്ങൾ കാരണം ചെയ്തു വെക്കാൻ ഇനിയും കടമകളുണ്ട്, ഇനിയും എനിക്ക് സമ്പാദിക്കാനുള്ള അവസരം സമയം ഇല്ല, എത്രയും പെട്ടെന്ന് എനിക്കും കുറച്ചും കൂടി സമ്പാദിച്ച് കൂട്ടേണ്ടതായിട്ടുണ്ട് എന്നൊക്കെ ചിന്തിക്കുമ്പോൾ അങ്ങനെയാണ് പ്രഭുപാദ് പറയുന്നത് ഇവിടുത്തെ ഡോക്ടറോട് എനിക്ക് 4 കൊല്ലത്തേക്കും ജീവൻ തരാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു മനുഷ്യജന്മത്തിലല്ല ഒരാൾക്കും ഭഗവാൻ നിശ്ചയിച്ച അല്ലെങ്കിൽ തന്റെ കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടി ഭൗതിക ലോകത്ത് വന്നിരിക്കുന്ന ആളെ ഇത്ര കാലം ജീവിക്കുമെന്നതിനെ മാറ്റി തിരുത്താൻ ഒരാൾക്കും സാധിക്കില്ല ഭഗവാൻ അല്ലാതെ. ഭഗവാൻ ഭക്തനായാൽ ഭഗവാന്റെ ഭക്തനെ ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലി ഭഗവാനെ സേവിക്കുന്ന ഒരു ഭക്തന് ഒരുപക്ഷെ ഭഗവാൻ തന്നെ അത് ചെയ്തു കൊടുക്കാം, പക്ഷെ ചെയ്തിരിക്കാം. കാരണം വെച്ചാൽ അങ്ങനെ ആയുസ് കൂട്ടി കിട്ടാൻ സാധ്യതയുണ്ട്. കൃഷ്ണഭക്തന്മാർക്ക് ആയുസ് കൂടുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ആയുസ് കൂട്ടാം. അല്ലാതെ ഒരു നിശ്ചയിച്ചിരിക്കുന്ന ആ കാലയളവിനെ മാറ്റിമറിക്കാൻ ഒരു ഡോക്ടർക്കും സാധിക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഇപ്പോ ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ വെന്റിലേറ്ററിൽ കിടക്കണോ അല്ലെങ്കിൽ ICU കിടക്കണോ, വെന്റിലേറ്റർ ചിലപ്പോ അവിടെ ആളുണ്ടായിരിക്കില്ല, ഡോക്ടർമാര് പറയുന്ന വെന്റിലേറ്ററിലാണെന്ന്. അതും കഴിഞ്ഞില്ല വെച്ചാൽ ആ സമയം വന്നാൽ ഒരു ആൾക്കും ഈ ഭൗതിക ലോകത്തിലെ ഒരു വ്യക്തികൾക്കും അതിനെ മാറ്റിമറിക്കാൻ സാധിക്കില്ല. അപ്പൊ നമ്മുടെ ആഗ്രഹം വെച്ചാൽ ജീവിച്ചിരുന്ന് ചെയ്യാനുള്ള പ്രവൃത്തികൾ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിനെ ഇതുപോലെ പിടിച്ചു നിർത്താൻ സാധിക്കാണ്ട് വീണ്ടും ഇന്ദ്രിയത്തിന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ മാത്രമായിട്ട് ഈ ആസുര സ്വഭാവികൾ ശ്രമിക്കുകയാണ്. അവർക്ക് അപ്പോഴും ഭഗവാന്റെ അല്ലെങ്കിൽ തന്റെ ഉള്ളിരിക്കുന്ന ചൈതന്യത്തിനെ പരമാത്മനെ ആസുര സ്വഭാവികളുടെ ഈശ്വരനിൽ തന്നിൽ തന്നെയുള്ള പരമാത്മാവിൽ വിശ്വസിക്കുന്നില്ല. അങ്ങനെ അവർക്ക് ആ സത്യം ഉള്ളിലിരിക്കുന്ന തന്റെ പരമാത്മാവ് ഇരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഭഗവാൻ ഇരിക്കുന്നുണ്ട് അത് മനസ്സിലാക്കാതെ ഇന്ദ്രിയ സുഖങ്ങൾക്കായി മാത്രം എല്ലാ പാപകർമ്മങ്ങളും ചെയ്യാണ്. ഭൗതികലോകത്ത് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുന്നു അത് തന്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് മാത്രമായിട്ടൊക്കെ ചെയ്ത് പാപങ്ങൾ ചെയ്ത് ഇവിടെ ബദ്ധാവസ്ഥയിൽ വീണ്ടും ജനിച്ചു മരിച്ചും ചെയ്യുന്ന വീണ്ടും ജന്മമരണപ്പെടുന്നത് ഈ ആസുര സ്വഭാവങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ആ പ്രവൃത്തി അവിടെ നടക്കുന്നുണ്ട്, അത് മനസ്സിലാക്കാൻ അജ്ഞാനികളായ ഇവർക്ക് സാധിക്കുന്നില്ല. തന്റെ ഹൃദയത്തിൽ തന്നെ ഒരു സാക്ഷി കുടികൊള്ളുന്നു എന്ന് അയൽക്കാരനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്ഷേത്രത്തിനുള്ള ആ അധ്യായത്തില് ക്ഷേത്രത്തിന്റെ കൂടെ ജീവാത്മാവും പരമാത്മാവും കുടികൊള്ളുന്നു. ജീവാത്മാവായ മനുഷ്യൻ തന്റെ ഉള്ളിലിരിക്കുന്ന പരമാത്മാവിനെ മനസ്സിലാക്കുന്നില്ല. അത് മനസ്സിലാക്കാത്തോടത്തോളം കാലം ആൾക്കാർ സംഭവിക്കുന്നു ഈ ഭൗതിക ലോകത്തിൽ പിറന്നും ജനിച്ചും മരിച്ചും കിടക്കേണ്ടതായിട്ട് വരികയാണ്. അത് നമ്മൾ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ പറയുന്നത് എന്താ, നമ്മൾ മരണശേഷം നമ്മൾ അറിയുന്നില്ലല്ലോ എന്നുള്ളത്. പക്ഷെ നമ്മൾ വിചാരിക്കും നമ്മുടെ ശരീരത്തിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ പോകുന്ന ആത്മാവിന്റെ എല്ലാവരും അത് ആത്മാവിന്റെ ഉള്ളിലെ എന്താ പറയാ കാറ്റ് ഗന്ധങ്ങളെ കൊണ്ടുപോകുന്ന പോലെ ചില വാസനകളൊക്കെ ഭഗവാൻ ജീവാത്മാവ് കൊണ്ടുപോകുന്നുണ്ട് അടുത്ത ശരീരം കിട്ടുന്നില്ല. അപ്പൊ പോകുമ്പോൾ തന്റെ ഈ വാസനകളും തന്റെ ഇപ്പോൾ കഴിഞ്ഞ ജന്മത്തിന്റെ പ്രവർത്തനങ്ങളും എല്ലാം ആ പുതിയ ശരീരത്തിലേക്ക് പോകുമ്പോൾ കിട്ടുന്നുണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് കഴിഞ്ഞ അധ്യായത്തിൽ കൂടി. അപ്പൊ അതൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ലോ എന്നാണ് നമ്മൾ ഈ ലോകത്തിലെ ഇവിടെയുള്ള ആൾക്കാർ സംസാരിക്കുക. അത് നമുക്ക് അറിയുന്നില്ല. പക്ഷെ നമ്മൾ ശരീരം കൊണ്ട് മാത്രമാണ് ചിന്തിക്കുന്നത്. ആത്മാവ് ചിന്തിക്കുന്നത് നമുക്ക് മനസ്സിലാവും, അതെല്ലാം അറിയുന്നുണ്ട്. പക്ഷെ അത് ആ പരമാത്മാവിന്റെ അംശമായ ജീവാത്മാവിനെ ഈ ഭൗതിക ലോകത്തിലുള്ള എന്താ പറയാ ഈ ഭൗതിക ലോകത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വലിച്ചു പോകുന്ന അല്ലെങ്കിൽ ആ ബുദ്ധിയിൽ കൂടി അല്ലെങ്കിൽ വാസനയിൽ കൂടി കൊണ്ടുപോകുന്ന ആ വിഷയങ്ങളൊക്കെ അടുത്ത ജന്മത്തിലേക്ക് പാസ് ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളത് ഈ അസുര സ്വഭാവങ്ങൾക്ക് മനസ്സിലാവില്ല. അതിന് അവര് പ്രയത്നിക്കില്ല, അവർക്ക് ആ ജ്ഞാനം അവർക്കില്ല. ഇതിനെല്ലാം പരമാത്മാവ് സാക്ഷിയാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ഉപനിഷത്തിൽ പറയുന്നുണ്ട്, ഉപനിഷത്തിലും ഉപനിഷത്തിൽ പറയുന്നുണ്ട് 2 പക്ഷികൾ ഒരേ വൃക്ഷത്തിന് മേലുണ്ട്. ഒന്ന് ശാപത്തോടും പറന്ന് കയ്പും അതിനുമുള്ള ഫലങ്ങൾ ഭുജിക്കുകയാണ്, മറ്റേതാകട്ടെ സാക്ഷിയായി നിലകൊള്ളുന്നു. അസുര സ്വഭാവിക്ക് വേദജ്ഞാനമില്ല, അത് വിശ്വാസമില്ല. അപ്പൊ നമ്മള് മുണ്ടകോപനിഷത്തിലും ഇതൊക്കെ പറഞ്ഞില്ല, ഒരു മരത്തിന് 2 കിളികളിരിക്കുന്നു, ആ കിളികളെ പറ്റി പറയില്ല. അതിനെ സമാനേന വൃക്ഷ പുരുഷോ നിഷ്ണോനീശയാ ശോചതി മുഖ്യമാന ജുഷ്ടം യഥാ പശ്യതി അന്യമീ ശസ്യ മഹിമാനിത്തിരി വീരശോക.
അതായത് ഒരേ വൃക്ഷത്തിന്മേലാണ് രണ്ടുപേരും ഇരിക്കുന്നതെങ്കിലും ഭോക്താവായ പക്ഷി ഉത്കണ്ഠാകുലനും ദുഃഖിതനുമാണ്. എന്തുകൊണ്ടാണ്? തനിക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. ഭഗവാൻ പരമാത്മരൂപിയായ ഭഗവാൻ ഉള്ളിലിരിക്കുന്ന കാര്യം അറിയാതെ ഭൗതിക സുഖം മാത്രം അനുഭവിച്ച് ഭൗതികത്തിൽ മാത്രം നോക്കിക്കൊണ്ട് ആഗ്രഹ പൂർത്തീകരണത്തിനായി ഇന്ദ്രിയ സന്ദർഭത്തിനായി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിക്കുകയാണ്. ഈ ക്ലേശങ്ങൾ അനുഭവിക്കാൻ തന്റെ ഒപ്പമിരിക്കുന്ന ഉള്ളിലിരിക്കുന്ന പരമാത്മാവിനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. അന്തർമുഖനായിരിക്കുന്ന ഉള്ളിലിരിക്കുന്ന ഭഗവാനൊന്ന് നോക്കി ഭഗവാനോട് രമ്യപ്പെട്ട് ആ ഭഗവാനെ ആരാധിച്ച് തന്റെ ആ ഭഗവാന്റെ അംശമാണ് ഞാൻ എന്നുള്ള ബോധം ഉദിക്കുമെങ്കിൽ ഈ അസുര സ്വഭാവം, ഈ ഭൗതിക ലോകത്തിൽ നിന്നും ആ അസുര സ്വഭാവികത്തെ അല്ലെങ്കിൽ ആ ജീവാത്മാവിന് മുക്തി കിട്ടും. പക്ഷെ അത് നോക്കാൻ ഈ അസുര സ്വഭാവികൾക്ക് സാധിക്കില്ല. കാരണം അവർക്ക് ഇന്ദ്രിയ സന്ദർഭം, ഇന്ദ്രിയത്തിനെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. അവർക്കുള്ളിലേക്ക് ജ്ഞാനം എത്തിയിട്ടില്ല. ആ ജ്ഞാനം ഇല്ലാത്തതുകൊണ്ടാണ് അവര് ഭൗതിക സുഖങ്ങളിൽ ഇങ്ങനെ രമിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ അതിനുള്ള ജ്ഞാനം ആർജിക്കണമെങ്കിൽ ഉത്തമനായ ഒരു ഗുരുവിന്റെ അടുത്തെത്തണം. ആ ഗുരുവിൽ നിന്നും ജ്ഞാനം ആർജിക്കണം. അങ്ങനെ പതിയെ അവരുടെ രജോ ഗുണത്തിൽ നിന്നും തമോ ഗുണത്തിൽ ഇരിക്കുന്ന അവർ പതിയെ സത്വഗുണത്തിലേക്ക് എത്തിച്ചേരുകയും ഭഗവാനെ മനസ്സിലാക്കുകയും തന്റെ ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യം ഭഗവാന്റെ അംശമാണെന്നും തനിക്ക് ആ ഭൗതിക ലോകത്തിൽ നിന്നും ആധ്യാത്മിക ലോകത്തിലേക്ക് എത്തിപ്പെടേണ്ടതാണെന്നും താനെന്നും എന്നുള്ള ബോധം വരുന്നവരുടെ വരെ അവർ ഈ സ്വഭാവത്തിൽ തന്നെ സ്വഭാവത്തിൽ തന്നെ ഇരിക്കും. അതിന് അവർക്ക് മറികടക്കാൻ സാധിക്കുന്നില്ല. അതിന് ഉത്തമനായ ഒരു ഗുരുവിന്റെ ആവശ്യമുണ്ട്. ജ്ഞാനം ആർജിക്കേണ്ടത് ആവശ്യമുണ്ട്. ഇതാണ് എന്താ പറയാ ഈ ആശ്ര സ്വഭാവങ്ങള് ഇന്ദ്രിയ സന്ദർഭത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവർ അതിന് വേണ്ടി കഷ്ടപ്പെട്ട് അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ഇവരുടെ അവസ്ഥ. ഇനി അടുത്തത് പറയുന്നത് എന്താണെന്ന് വെച്ചാല് ആ 3 ശ്ലോകത്തിൽ പറയുന്നത് അസുര സ്വഭാവം ഇങ്ങനെ വിചാരിക്കും, ഇന്ന് എനിക്ക് ഇത്രയേറെ ധനമുണ്ട്, എന്റെ പദ്ധതികൾ അനുസരിച്ച് ഞാൻ ചെയ്യും. അത് മലപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെയാണ്. അത് മനക്കോട്ട കെട്ടുകയാണ്. ഓരോരോ കാര്യങ്ങൾ ചെയ്ത് ഇതൊക്കെ ചെയ്യാം, എനിക്ക് ഇന്നതൊക്കെ സമ്പാദിക്കാം, എന്റെ പദ്ധതികൾ അനുസരിച്ച് ഇനിയും ധനം ആർജിക്കും, ഇത്രയേറെ ധനം പല രൂപത്തിൽ ഓരോ നാടുകളിലും മുഴുവൻ കാണുന്ന സ്വഭാവം തന്നെയാണ്. മനക്കോട്ട കെട്ടി തന്റെ കാര്യങ്ങള് ഇങ്ങനെ എന്താ പറയാ പ്രവർത്തിച്ചു കാണിക്കുക. അത് ഭാവിയിൽ അത് പറഞ്ഞ് കൂടി വരെയുള്ളൂ. തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത ആള് ആ 8 എന്താ പറയുക വലയിൽപ്പെട്ട ആ വലയിൽ കുടുങ്ങിപ്പോവാണ്. ഏതിന്റെ വലയിൽ? ബദ്ധ ജീവാത്മാവ് ആ അജ്ഞാനത്തിന്റെ വലയിൽ കുടുങ്ങിപ്പോവാണ്. ജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് വീണ്ടും ഇങ്ങനെ ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയ പൂർത്തീകരണത്തിന് വേണ്ടി ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച് ഒരു വലയിൽപ്പെട്ട് കുടുങ്ങി വീണ്ടും ജനവൃത്തികൾപ്പെട്ട് ജനിച്ചു നിൽക്കേണ്ട അവസ്ഥയിലേക്ക് വരികയാണ്. അത് ഭാവിയിൽ കൂടി വരെ ചെയ്യുള്ളൂ. എന്ന് വെച്ചാൽ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. അയാൾ എന്റെ ശക്തിനെന്താ അടുത്തിരിക്കുന്ന ആൾ ശത്രുവാണെന്ന് തോന്നും, ഞാൻ അയാളെ ഉപദ്രവിക്കും, അയാൾ എന്നെ കൊല്ലും അല്ലെങ്കിൽ ആയിക്കൊല്ലും. അങ്ങനെയുള്ള മനസ്സിനെങ്ങനെ എന്താ പറയാ സമാധാനമില്ലാത്തൊരു ജീവിതം നയിക്കേണ്ടതായിട്ട് വരും. എല്ലാത്തിനും ഉടമ. പിന്നെ ഈ കാണുന്നതിന്റെ ഒക്കെ ഉടമ ഞാനാണ്. എനിക്ക് ഇത്ര സമ്പാദ്യം, ഇതൊക്കെ ഞാൻ സമ്പാദിച്ചാണ്, ഞാൻ വളരെ സുഖലോലുപരാണ്, ഞാൻ സുഖിച്ച് ജീവിക്കുന്നുണ്ട്, എല്ലാം തികഞ്ഞവനാണ് ഞാൻ, എല്ലാത്തിൻ്റെ ഉടമയാണ്. ഈ കാണുന്ന സ്വത്ത്, സമ്പാദ്യം, ഈ മക്കള്, ഭാര്യ, കുടുംബം, ഇതൊക്കെ ഞാൻ സമ്പാദിച്ചതാണ്, ഞാൻ സമ്പന്നനാണ്, കുലീനനാണ്. ഇതൊക്കെ ആൾക്ക് തോന്നുന്നൊരു തോന്നുന്നതാണ്. കാരണം വെച്ചാൽ ശാശ്വതമല്ലാത്ത അസ്ഥിരമായിട്ടുള്ള ഇതൊക്കെ സമ്പാദിച്ച് കൂട്ടിയിട്ട് അയാൾക്ക് ഇതൊക്കെ നശിച്ചു പോകാനുള്ളതാണ്, നാളെ നശിച്ചു എനിക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ള ബോധമല്ല. അപ്പോൾ തനിക്ക് സുഖിച്ച് ജീവിക്കണം എന്നുള്ള കാരണം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രവൃത്തികളും അതിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങളും ഇതാണ് ക്ഷേമം, ഇത് ശാശ്വതമാണ്, ഇതാണ് എനിക്ക് സൂചിക്കാനുള്ള വക എന്നുള്ള രീതിയിൽ ആള് അതിനെ അതിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ അതിലുള്ള കർമ്മങ്ങൾ ചെയ്യുക. ഈ കർമ്മങ്ങൾ എങ്ങനെ ചെയ്ത് തനിക്ക് വരാൻ പോകുന്ന ആ കർമ്മത്തിന്റെ ഫലം അത് അടുത്ത ജന്മങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും എന്നുള്ള ജ്ഞാനം ആൾക്കില്ല. തനിക്ക് വിശേഷപ്പെട്ട ആൾക്കാരുണ്ട്, ഞാൻ പ്രഗത്ഭനാണ്, എനിക്ക് വലിയ ബന്ധുക്കളുടെ വലിയ എന്താ പറയുക ധനാഢ്യമാരുമായിട്ടും വലിയ ആൾക്കാരുമായിട്ട് എനിക്ക് സമ്പർക്കമുണ്ട്, അവരുടെ ഒപ്പം ഉള്ള ആൾ തന്നെയാണ് ഞാനും എന്നുള്ള മിഥ്യാഹംഭാവം, ആ ബോധം അയാളെ ഭരിക്കുകയാണ്. ഞാൻ പല യാഗങ്ങൾ ചെയ്യും, അല്ലെങ്കിൽ വലിയ ദാനം ചെയ്യും, സന്തോഷിക്കും, എല്ലാം എന്റെ കഴിവുകൊണ്ടാണ്, ഞാനാണ് ഇത് സമ്പാദിച്ചത്, ഇത് എന്റെ സ്വത്താണ് എന്നുള്ള ആ ഇതില് മാത്രം ഉറച്ചു നിൽക്കുക. ഇതിനൊക്കെ
കാരണം എൻ്റെ ഉള്ളിലിരിക്കുന്ന പരമാത്മാവാണ് എനിക്ക് ഇതിനൊക്കെ ശക്തി തന്നത്, അല്ലെങ്കിൽ എനിക്ക് ഇതിനൊക്കെ കഴിയുന്നത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്. ഈ സകല ചരാചരത്തിന്റെയും അല്ലെങ്കിൽ സകല ലോകത്തിന്റെയും നാഥനായ എല്ലാത്തിന്റെയും അധികാരിയായ ആ പരമജീവാത്മ പുരുഷനാണ് ഇതിനൊക്കെ അവകാശി. താനല്ല എന്നുള്ള ബോധം ഉദിക്കുന്നിടത്തോളം കാലം അയാള് ആശ്രഭാവി ഈ ഇങ്ങനെയുള്ള ഇത് പറഞ്ഞ ഇങ്ങനെയുള്ള തന്റെ എന്താ പറയാ തന്റെ അവസ്ഥ ഇങ്ങനെ വിവരിച്ചുകൊണ്ടേയിരിക്കും. ഓരോരുത്തരുടെ അവസ്ഥ ഞാൻ എനിക്കാണ് എന്നുള്ള കേമത്വം വിവരിച്ചുകൊണ്ടേയിരിക്കും. ആ ജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് അയാൾക്ക് ഇങ്ങനെയുള്ള ഭൗതികമായ ഈ ബന്ധനത്തിൽപ്പെട്ട് വീണ്ടും ജനപതികൾപ്പെട്ട് മരിക്കേണ്ടതായിട്ടും ജനിക്കേണ്ടതായിട്ടും ജരാനര ബാധിച്ച് ജീവിക്കേണ്ടതായിട്ടും വരികയാണ്. അപ്പോ ആസുര സ്വഭാവികൾക്ക് ഇന്ദ്രിയ സുഖമാണ് തന്റെ ജീവിതോദ്ദേശം എന്നുള്ള ഇതിൽ ഉറച്ചു നിൽക്കുകയാണ് അവര്. അപ്പൊ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെങ്കിൽ, അതിൽ നിന്നൊക്കെ മറികടക്കണമെങ്കിൽ നമുക്ക് ഉപദേശാമൃതം എന്നുള്ള പുസ്തകത്തില് ഉപദേശാമൃതത്തിലെ പറയുന്നുണ്ട് അവര് എന്താണ് നിയന്ത്രിക്കേണ്ടത്. വാക്ക്, മനസ്സ്, ക്രോധം, ജിഹ്വ, പിന്നെന്താ ഉദരം, ഉപസ്ഥിതം എന്നിവ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ച് പിന്നെന്താ അത്യാഹാര, പ്രജൽപ, പ്രയാസ, നിയമാഗ്രഹ, ജനസംഘ, ലൗല്യം, ഇതൊക്കെയാണ് അവരുടെ ലക്ഷണങ്ങൾ, ഈ ആസുര സ്വഭാവ ലക്ഷണങ്ങൾ. ഇതിൽ നിന്നെല്ലാം കരകയറിയിട്ട് അവർക്ക് ഭഗവാനെ സേവിച്ച് അല്ലെങ്കിൽ താൻ ഭഗവാന്റെ അംശമാണ് എന്നുള്ള ഇതിലേക്കൊക്കെ എത്തിച്ചേർന്നാൽ അവർക്ക് ഈ ആസുര സ്വഭാവം മാറ്റി ദേവരൂപത്തിലേക്ക് അല്ലെങ്കിൽ അസുരഭാവങ്ങളാണ് പറഞ്ഞത്, ദേവഭാവത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരി ബോൾ. റൈറ്റ്. ഹരേ കൃഷ്ണ. നല്ല ക്ലാസ്സായിരുന്നു മാതാജി, നല്ല ക്ലാസ്സായിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇത് റേഞ്ചിന്റെ വല്ല ലാഗിങ് ഉണ്ടായിരുന്നോ? എന്തോ എനിക്ക് റേഞ്ചിന്റെ പ്രശ്നമുണ്ടായിരുന്നു, അത് ചെറുതായിട്ടുണ്ടായിരുന്നു. ക്ലാരിറ്റി കുറവായിരുന്നു. ഞാൻ വേറെ വീട്ടിലാ, അതാണ് കുറച്ച് വരുന്നുണ്ട്. ഹരേ കൃഷ്ണ. പിന്നെ ലിപ് മൂവ്മെന്റും ശബ്ദവും കുറച്ച് ഗ്യാപ്പ് കാണുന്നുണ്ടായിരുന്നു. അതെ 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 അതെ. ക്ലാരിറ്റി ഉണ്ടായിരുന്നു, പറഞ്ഞ നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല. പ്രത്യേകിച്ച് കൂടുതൽ നമ്മള് കണ്ടാനെല്ലാം പക്ഷികളെ പറ്റി പറഞ്ഞിട്ടുണ്ട്, നമ്മള് ഉപനിഷത്തിലെല്ലാം പറയുന്നുണ്ട്. കാരണം പരമാത്മാവിനെ നമ്മള് വരുന്ന ആൾക്കാർ പരമാത്മാവിനെ ആദരിക്കുന്നില്ലല്ലോ. പരമാത്മാവിനെ ആത്മാവില്ലാത്ത ആൾക്കാർക്ക് പരമാത്മാവിനെ പറ്റി ചിന്തിക്കാൻ കഷ്ടമായില്ലല്ലോ. പരമാത്മാവിനെ പറ്റി ചിന്തിക്കുമ്പോഴാണ് പരമാത്മാവിനെ പറ്റി ചിന്തിക്കുന്നത്. അതില്ലാത്തതുകൊണ്ട് പരമാത്മാവ് ന്യൂട്രലാണ്, പരമാത്മാവ് സാക്ഷിയാണ്, പരമാത്മാവ് അനുവദിക്കുന്ന ആളാണ്, സാങ്ഷൻ ചെയ്യുന്ന ആൾക്കാരാണ്. ആ പരമാത്മാവിൻ്റെ സാങ്ഷൻ കൊണ്ടാണ് നമ്മളിവിടെ കർമ്മങ്ങൾ ചെയ്യുന്നത് എന്നൊന്നും ഇവർക്കറിയില്ല, ഇവരൊന്നും അന്വേഷിക്കാറുണ്ട്. അതുപോലെ ശാസ്ത്ര സ്വഭാവത്തിൻ്റെ അതിൻ്റെ ഒരു ഡിസ്കഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത്ര കഠിന ഹൃദയനാണ്, എന്ത് ക്രൂരകൃത്യം ചെയ്യാനും മടിയില്ലാത്തവരാണ്. ആരൊക്കെ നിൽക്കുമോ അവരെല്ലാം ഇല്ലാതാക്കുക എന്നുള്ള സ്വഭാവമാണ്. അന്യായമായിട്ട് ധനം സമ്പാദിക്കുക എന്നീ ഇതെല്ലാത്തിൻ്റെ അടിസ്ഥാനമുള്ള എൻജോയ്മെന്റ് തന്നെയാണ്. ആസ്വദിക്കണം. ഈ ലോകം എന്നുള്ളത് തൻ്റെ ആസ്വാദനത്തിന് വേണ്ടിയാണ്. ഈ ലോകത്തിലിരിക്കുന്ന ആൾക്കാരും തൻ്റെ ആസ്വാദനത്തിന് വേണ്ടിയാണ്. എന്നെ മഹാനാണെന്ന് മനസ്സിലാക്കാത്ത ആൾക്കാരെല്ലാം, എനിക്ക് വിധേയനല്ലാത്ത ആൾക്കാരെ പോലെ എല്ലാം അവരെല്ലാം ഇല്ലായ്മ ചെയ്യണം. പിന്നെ കശിപ്പൂ മെന്റാലിറ്റി എങ്ങനെയാണ്? താനാണ് ആരാധ്യനായിട്ടുള്ള ആള്, വേറെ ആരും ആരാധ്യനല്ല. രാജാവ് കൃഷ്ണനെ ജപിച്ചപ്പോൾ അത് ഏറ്റവും തെറ്റായ കാര്യമാണ്. ഇവിടെ ഈ ത്രിലോകത്തില് ആരാധ്യനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. അത് കാരണം എൻ്റെ പേര് മാത്രം, എന്നെ മാത്രം ജപിച്ചാൽ മതി. അപ്പോ ഇത് മനസ്സിലാക്കാൻ പറ്റും, ഭഗവാനോടുള്ള അസൂയയാണ് ഇതെല്ലാം കാരണം ഭഗവാൻ ഇസ് ഓൺലി എൻജോയർ. അപ്പോ താനും എൻജോയർ ആണ് എന്ന് പറയുമ്പോൾ ഇത് ഭഗവാനോടാണ് മത്സരം. തീർച്ചയായിട്ടും ഭഗവാനോട് മത്സരിക്കുന്ന ആൾക്കാർക്ക് യാതൊരു ഗുണം ഉണ്ടാവില്ല. അവർ ദുർഗുണികളായിരിക്കും.
രജോ ഗുണത്തിൽ നിന്ന് ആരംഭിക്കും, പക്ഷെ അവസാനം ചെന്നെത്തുന്നത് ഏറ്റവും ആഴത്തിൽ കടത്തുന്ന തമോ ഗുണത്തിലാണ്. അതുകൊണ്ട് അവരെ ഏറ്റവും ലോകത്തിൻ്റെ ഏറ്റവും അന്ധകാരമായിട്ടുള്ള മൂലയിലേക്കാണ് ഇവരെല്ലാം നിക്ഷേപിക്കാൻ പോകുന്നതെന്ന് കൃഷ്ണ അടുത്ത ശ്ലോകങ്ങൾ പറയും. ഇതാണ് അവിടെ ശാസ്ത്രങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്, വേദങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന് അവസാനം കൺക്ലൂഷനിൽ ഈ ചാപ്റ്ററിൽ നമുക്ക് കാണാൻ പറ്റും. താങ്ക് യു വെരി മച്ച്. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. വൈഷ്ണവ ജയ